പിന്നിടുകയാണ്. 6 മണിക്കൂർ 20 മിനിറ്റുമായി ആ റെയ്ഡ് ആരംഭിച്ചിട്ട്. പക്ഷേ അതിൽ നിന്ന് പ്രാഥമികമായി നമുക്ക് രാവിലെ ലഭിച്ച വിവരം വീണ തൈക്കണ്ടിലിനെ അത് മൊഴിയെടുക്കുന്നു എന്ന വിവരമാണ് രാവിലെ ലഭിച്ചത്. ആ മൊഴിയെടുപ്പിൽ പ്രധാനമായും അവർ ഊന്നിയത് എക്സാലോജിക്കും CMRലും തമ്മിലുള്ള എഗ്രിമെന്റ് എന്നതിനെ കുറിച്ചാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നിലനിൽക്കുന്നത് 1,72 ലക്ഷം രൂപ വിവിധ ഘട്ടങ്ങളായി CMRL എക്സാലോജിക്കിന് നൽകിയിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ED സംഘം അവർക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ഈ കേസിൽ ഇതുവരെ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്കൊന്നും അങ്ങനെ കടന്ന നടപടികളിലേക്കൊന്നും ഈ ഘട്ടത്തിൽ എന്തായാലും ED കടക്കാനുള്ള സാധ്യത കുറവാണ്. 1,72 ലക്ഷം രൂപ എന്തിനാണ് നൽകിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ എക്സാലോജി കമ്പനി CMRLന് അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ നൽകിയിട്ടില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സേവനങ്ങൾ നൽകിയതിന്റെ പേരിലാണ് പണം കിട്ടിയത് എന്നുള്ള വാദം TVയുടെ മുന്നോട്ട് വെക്കുമ്പോൾ ആദായ നികുതി വകുപ്പ് അടക്കം നടത്തിയ പരിശോധനയിലും SFI നടത്തിയ പരിശോധനയിലുമെല്ലാം അങ്ങനെ സേവനങ്ങൾ കിട്ടിയിട്ടില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുകയും അത് അന്വേഷണ സംഘത്ത് കുറ്റപത്രത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ED വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കള്ളപ്പണം വെളുപ്പിക്കൽ ഇതിനകത്തുണ്ട് എന്നുള്ള വാദം ഉയർത്തിക്കൊണ്ടാണ് ED ഇതിന്റെ ഭാഗമായി വരുന്നത്. മണി ലോണ്ടറിംഗ് നടന്നു എന്ന പരിശോധനകളുമായി ബന്ധപ്പെട്ട് ED വരുന്നത്. ഇവിടെ പരിശോധന നടത്തുമ്പോൾ കള്ളപ്പണം വെളുപ്പിക്കൽ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഒരു കമ്പനി പണം നൽകണമെങ്കിൽ അത് കള്ളപ്പണമായിരിക്കണം, വെറുതെ നൽകേണ്ട കാര്യമില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് വീണയ്ക്ക് CMRL കമ്പനി ഒരു സേവനവും നൽകാതെ 1,72 ലക്ഷം രൂപ നൽകിയത് എന്നുള്ളതായിരുന്നു കേന്ദ്ര ഏജൻസികളടക്കം നേരത്തെ കണ്ടെത്തുകയും അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുകയും ചെയ്തത്. അതിൽ വീണ പല കോടതികളിലും ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ CMRL ആയാലും CMRL SFI അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കോടതികളിൽ പുരോഗമിക്കുന്നത് കൊണ്ട് EDയുടെ അന്വേഷണം അത് തൽക്കാലത്തേക്ക് തടയണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഇന്നലെ അത് തള്ളിയതിന് പിന്നാലെ ആ ഹർജി തള്ളിയതിന് പിന്നാലെ തുടർ നടപടികളിലേക്ക് വേഗത്തിൽ കടക്കുകയാണ് ED ചെയ്തത്. ഒരേ സമയം 12 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തുക എന്നുള്ള തീരുമാനം ഇന്നലെ രാത്രിയോട് കൂടി തന്നെ ED എടുത്തിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് കൊച്ചി, അതുപോലെ തന്നെ ചെന്നൈ, ബാംഗ്ലൂർ ഈ 3 സംസ്ഥാനങ്ങളിലുള്ള ഏജൻസികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരെ ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് പുലർച്ചെ ഏതാണ്ട് 5:50 തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ പിണറായി വിജയന്റെ വീട്ടിലേക്ക് ED സംഘം എത്തിച്ചേരുന്നത്. അതിനകത്ത് വനിതാ സംഘ ഉദ്യോഗസ്ഥരടക്കം ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വനിതാ ഉദ്യോഗസ്ഥരാണ് വീണയുടെ മൊഴിയെടുത്തത് എന്ന വിവരങ്ങളും ഇതിനോടകം തന്നെ ലഭിക്കുന്നുണ്ട്. അങ്ങനെ മൊഴിയെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് വീണയ്ക്ക് സഹായങ്ങൾ കിട്ടിയത് എന്ന് പറയുമ്പോൾ പിണറായി വിജയന്റെ മൊഴി ഏതെങ്കിലും തരത്തിൽ രേഖപ്പെടുത്തുമോ എന്നുള്ള ചോദ്യം കൂടി ഇതിനകത്ത് നിലനിൽക്കുകയാണ്. എന്തായാലും 6.5 മണിക്കൂർ പിന്നിടുന്നു. 6.5 മണിക്കൂറാണ് EDയുടെ റെയ്ഡ് പിണറായി വിജയന്റെ വീട്ടിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ശശിധരൻ കർത്തയുടെ വീട്ടിലും അതുപോലെ തന്നെ CMRLന്റെ ഓഫീസിലും റെയ്ഡ് നടക്കുന്നുണ്ട്. CMRLന്റെ ഓഫീസിൽ നിന്ന് ചില രേഖകൾ ED കണ്ടുകെട്ടി രാവിലെ ഏതാണ്ട് 10 മണിയോടുകൂടി കണ്ടുകെട്ടി എന്ന വിവരം ലഭിച്ചിരുന്നു. CMRLന്റെ 2 ഉദ്യോഗസ്ഥരുടെ വീട്ടിലും റെയ്ഡ് നടന്നിരുന്നു. അങ്ങനെ വിശദമായ പരിശോധന അവിടെ നടക്കുന്നു. ബാംഗ്ലൂരിലെ എക്സാലോജിക് സൊല്യൂഷന്റെ ഓഫീസ് ഉണ്ടായിരുന്ന കെട്ടിടം ആ പൂട്ടിയ കെട്ടിടമാണ്. അവിടെ പരിശോധന നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ബാംഗ്ലൂരിലെ വീണയുടെ ഓഫീസിൽ പരിശോധന നടത്തുന്നുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതിനിടയിലാണ് മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ എല്ലായിടത്തും ഒരേ സമയം തന്നെ റെയ്ഡ് നടത്താനുള്ള തീരുമാനത്തിന്റെ ഭാഗമാണ് അങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തിച്ചേർന്നത്. ഇന്നും നാളെ കോടതി അവധിയായതുകൊണ്ട് ഈ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് പിണറായി വിജയനോ വീണയ്ക്കോ കോടതിയെ സമീപിക്കാൻ, ഹൈക്കോടതിയെ സമീപിക്കാൻ കഴിയില്ല. കാരണം 2 ദിവസം കോടതി അവധിയാണ്. ഇനി വെള്ളിയാഴ്ച മാത്രമേ കഴിയുകയുള്ളൂ. വെള്ളിയാഴ്ച ഇനി കോടതിയിലേക്ക് ഇത് പോയാൽ തന്നെ അത് കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. റെയ്ഡിന്റെ വിശദാംശങ്ങൾ പിന്നീട് പങ്കുവെക്കാനൊക്കെ ഇവർ പറയുകയാണെങ്കിൽ, ED പറയുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെയും നീണ്ടുപോകാനുള്ള സാധ്യതകൾ നിലനിൽക്കുകയാണ്. എന്തായാലും നിയമപരമായ വഴി അത് കുറച്ച് ദിവസം കൂടി ശേഷം മാത്രമേ CPM-നും പിണറായി വിജയനും വീണയ്ക്കും സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അതുവരെ അവർക്ക് രാഷ്ട്രീയ പ്രതിരോധമാണ് തീർക്കേണ്ടത്. ആ രാഷ്ട്രീയ പ്രതിരോധമാണ് കേരളത്തിന്റെ തെരുവുകളിൽ നമ്മളിപ്പോൾ കാണുന്നത്. CPM-ന്റെ സംഘടനാ സംവിധാനം മുഴുവൻ പിണറായി വിജയന് മുന്നിൽ അണിനിരക്കുന്നതിന് പ്രതിരോധം തീർക്കുന്നു. മതിൽ പോലെ നിന്ന് പ്രതിരോധം തീർക്കുകയാണ്. അങ്ങനെ രാഷ്ട്രീയ പ്രതിരോധം ഈ ഘട്ടത്തിൽ നടക്കൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വലിയ രാഷ്ട്രീയ പ്രതിരോധത്തിലേക്ക് CPM നേതൃത്വം നീങ്ങിയിരിക്കുന്നത്. പിണറായി വിജയന്റെ വീടിന് മുന്നിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, അതുപോലെ തന്നെ മുതിർന്ന നേതാവ്
സഖാവ് വി ശിവൻകുട്ടി, ജോയി MLA, VK പ്രശാന്ത് മുൻ MLA അടക്കമുള്ളവരുണ്ട്. ജോൺ ബ്രിട്ടാസ് ഉണ്ട്. ജോൺ ബ്രിട്ടാസ് ഡൽഹിയിലേക്കുള്ള നേതാക്കന്മാരുമായി ഇതിനിടയിൽ സംസാരിക്കുന്നുണ്ട്. അവരുടെ പ്രതികരണങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി സംസാരിക്കുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളുമായി ബന്ധപ്പെട്ട് CPM അങ്ങനെ രാഷ്ട്രീയ പ്രതിരോധത്തിലേക്ക് കടക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടികളെ ഇല്ലാതാക്കാൻ വേണ്ടി കേന്ദ്ര ഏജൻസികളെ BJP സർക്കാർ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വീട്ടിൽ റെയ്ഡ് നടക്കുന്നത്. വീണയിലൂടെ പിണറായി വിജയനാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന മുൻ രാഷ്ട്രീയ ആരോപണത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് പ്രതിരോധം തീർക്കുകയാണ് പാർട്ടി നേതൃത്വം ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. എന്തായാലും വളരെ നിർണായകമായ മണിക്കൂറുകളാണ് തിരുവനന്തപുരത്ത് കൂടി കടന്നു പോകുന്നത്. അത് പിണറായി വിജയന്റെ വീടിനകത്താണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നടക്കുന്നതുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. റെയ്ഡ് കഴിഞ്ഞാൽ അതിന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്ന് കരുതാം. എത്ര ഉദ്യോഗസ്ഥരുണ്ട് എന്ന കൃത്യത നമുക്കുണ്ടായിട്ടില്ല. കൊച്ചിയിലെ റെയ്ഡിൽ ഒരു ഗ്രൂപ്പിൽ 7 പേരുണ്ടായിരുന്നു എന്ന വിവരം ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ഇവിടെ എത്ര പേരുണ്ട് എന്ന വിവരം ലഭ്യമായിട്ടില്ല. അതെന്തായാലും സാധാരണഗതിയിൽ EDയുടെ റെയ്ഡ് രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെ നീണ്ടു നിൽക്കുന്നത് പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതങ്ങനെ നീണ്ടുപോകുമ്പോൾ CPMന്റെ പ്രതിഷേധം എങ്ങനെയായിരിക്കും അത് കൂടുതൽ കടുപ്പിക്കുക തുടങ്ങിയ ചോദ്യങ്ങൾ കൂടിയുണ്ട്. എന്തായാലും പ്രതിഷേധം കടുപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ED ആണെന്നുണ്ടെങ്കിൽ വീണയുടെ മൊഴി രേഖപ്പെടുത്തുകയും സംശയങ്ങൾ ദൂരീകരിക്കുകയുമായിരിക്കും. കാരണം 6.5 മണിക്കൂറെടുത്ത് ഈ മൊഴിയെടുപ്പ് റെയ്ഡ് നടത്തണമെങ്കിൽ പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായിരിക്കണം. എന്തിനാണ് നിങ്ങൾക്ക് 1.72 കോടി രൂപ നൽകിയത്? നിങ്ങൾ എന്ത് സേവനമാണ് നൽകിയത്? ആ സേവനത്തിന്റെ ഭാഗമായിട്ട് എന്തിനാണ് നിങ്ങൾക്ക് അങ്ങനെ തന്നത്? നിങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റ് എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് അറിയേണ്ടതുണ്ട്. അങ്ങനെ പല വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അത് പൂർണ്ണമായും ചോദിച്ചറിയുകയായിരിക്കും ഒരു പക്ഷേ ED ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരും സമയങ്ങളിൽ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. സേഫു.